അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അക്യുപഞ്ചർ അക്കാദമി 18th ബാച്ചിലെ സ്റ്റുഡൻസാണ് ഞങ്ങൾ ഓരോരുത്തരും. ഏകദേശം ഒരു വർഷത്തെ പഠനകാലത്തിന് ശേഷം ഞങ്ങളെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി കുറേ അറിവുകൾ തിരിച്ചറിവുകളായി മനസ്സിലാക്കി 2 ദിവസം കഴിഞ്ഞാൽ ഒരു കോൺവെക്കേഷന് വേണ്ടി ഞങ്ങളൊക്കെ തയ്യാറെടുത്തിരിക്കുകയാണ്. വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 14 വർഷത്തോളം ഒരു അലോപ്പതി മേഖലയിൽ ജോലി ചെയ്ത് അങ്ങനെയുള്ള കുറേ തെറ്റായ അറിവുകൾ കരസ്ഥമാക്കി 1 വർഷം മുമ്പ് അക്യുഷൻ്റെ ഭാഗമായി പഠിക്കാൻ വന്നപ്പോൾ ആ പഠനം എൻ്റെ ഈ 1 വർഷത്തിന് ശേഷം കുറേ തിരിച്ചറിവുകളും കുറേ ജീവിതത്തിൽ വലിയൊരു നന്മകളായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് എൻ്റെ കൂടെയുള്ള ഓരോ സഹപാഠികളും. അപ്പോൾ നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അറിവുകൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനൊക്കെ പകർന്നു നൽകാൻ എനിക്ക് സാധിച്ചു. ഇനിയും ഇൻഷാ അല്ലാഹ് മരണം വരെ അത് പകർന്നു നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും ഈ ഫീൽഡിലേക്ക് വന്നത് ഇതുപോലെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ്. അപ്പോൾ കൂടെ നമ്മളെ ഇബ്രാഹിമാണ് നമ്മളെ കൂടെ ഉള്ളത്. ഇബ്രാഹിം, ഈ അക്യുപഞ്ചറിലേക്ക് എത്തിയതും ഈ പഠനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നുള്ളൊരു അനുഭവം ഒന്ന് പറഞ്ഞു. 2024 ഫെബ്രുവരി 15-ാം തീയതി നമ്മുടെ ഈ ഒരു 18th ആൽഫ ബാച്ചിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വരുമ്പോൾ എൻ്റെ ആ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് സമൂഹത്തിൽ മിക്ക ആളുകളും അവരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിന്താഗതി എന്താ വെച്ചാൽ, ഈ രോഗഭയം, മരണഭയം, ജീവിതഭയം, ഈ 3 ഭയത്തിൻ്റെ ഇടയിലാണ് അവരുടെ ജീവിതം. പക്ഷേ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഈ ഭയത്തിൽ നിന്ന് മോചിതനാവുകയും എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഏത് രീതിയിൽ ഞാൻ തരണം ചെയ്യണം, ജീവിതത്തിൽ നമ്മുടെ ചിന്തയിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കണം, അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉടച്ചു വാർക്കുന്ന രീതിയിലാണ്. സത്യത്തിൽ ഞാൻ വന്നത് ഒരു കോഴ്സ് പഠിക്കാനാണെങ്കിലും ഒരു ചികിത്സ പഠിക്കാനാണെങ്കിലും എൻ്റെ ജീവിതമാണ് മാറ്റിമറിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള മുഴുവൻ കാര്യങ്ങൾ സത്യത്തിൽ ഞാൻ ഒരുപാട് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും എന്നെ മാറ്റിമറിച്ചൊരു കോഴ്സ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. അത് ഈ ഒരു അക്യുപഞ്ചർ അക്കാദമിയുടെ വലിയൊരു സംഭാവനയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും, സത്യത്തിൽ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ആരോഗ്യം നമ്മൾ ഉണ്ടെങ്കിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ ഒരിക്കലും നമുക്കതൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ഇത് നമുക്ക് കിട്ടിയത്, ഇതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത് ഈ ഒരു പഠനത്തിൽ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇബ്രാഹിം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഭവം, അദ്ദേഹത്തിന് ഈ പഠനത്തിലൂടെ കിട്ടിയതും അദ്ദേഹത്തിൽ ഈ കിട്ടിയ തിരിച്ചറിവുകളൊക്കെ പറഞ്ഞു. ഇതുപോലെ ഞങ്ങളെ കൂടെയുള്ള ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയിട്ടുള്ളത്. ചില ആളുകൾ കുറേ ചികിത്സകൾ ചെയ്തു, അങ്ങനെ ശമനം കിട്ടിയ ശേഷം ഈ കോഴ്സ് പഠിച്ചു. ചില ആളുകൾ, എന്നെപ്പോലുള്ള ആളുകൾ ഇതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പക്ഷേ എങ്ങനെയൊക്കെയോ ഒരു സൃഷ്ടാവിൻ്റെ അനുഗ്രഹത്താൽ ഇതിലേക്ക് എത്തിപ്പെട്ടു. എങ്ങനെയായാലും പഠിച്ചതിന് ശേഷം വലിയൊരു മാറ്റം ഈ ഒരു വർഷകാലത്തെ പഠനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ട ലീഡർ റഷീദൊക്കെ ഉണ്ട്. അപ്പോൾ റഷീദൊക്കെ അതുപോലെ നിങ്ങൾക്ക് ഈ അക്യുപഞ്ചർ പഠനം കൊണ്ട് 1 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം, ഒരു അനുഭവം എന്താണെന്ന് പറയും. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ കോഴ്സിന് ചേരുന്നത്. തികച്ചും അപ്രതീക്ഷിതം എന്ന് പറയാം. മുമ്പെയൊക്കെ നമുക്ക് അലോപ്പതി ചികിത്സയും അലോപ്പതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു മനുഷ്യനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന രീതികളിലുള്ള ചികിത്സകളും മറ്റൊക്കെ കാണാറുണ്ട്. അതിനൊക്കെ എപ്പോഴും വിഷമം തോന്നാറുണ്ട്. എന്താണ് ഇത്രയധികം മനുഷ്യനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരെന്ന് ആലോചിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഞാൻ അക്യുപഞ്ചർ പഠനത്തെക്കുറിച്ച് അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 1 വർഷം വീണ്ടും പിന്നിട്ടതിന് ശേഷമാണ് എനിക്കിതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. 17 ബാച്ചിൽ ചേരേണ്ട ഒരാളായിരുന്നു ഞാൻ. ഏതായാലും 18ാമത്തെ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന ഓരോ വാചകങ്ങളും ആ രീതിയിലുള്ളതാണ്. അതായത് ഒരിക്കലും ഇവിടെ നിന്ന് പറയുന്ന ഈ വാചകങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതില്ല, ഇത് നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, ഇത് നിങ്ങൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുമ്പോൾ മാത്രം, നിങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചു. അത് ഓരോ നിർദ്ദേശങ്ങളും അങ്ങനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് പിന്നെ രോഗശമനങ്ങളായിട്ടാണെങ്കിലും പിന്നെ രോഗഭയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിലും വല്ലാത്തൊരു മാറ്റമാണ് എൻ്റെ ലൈഫിലുണ്ടായത്. അത് എൻ്റെ കുടുംബക്കാർക്ക് പിന്നെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ആ നിർദ്ദേശങ്ങൾ പങ്കുവച്ചപ്പോൾ അവരും അത് അവരുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്നൊക്കെയുള്ള നല്ല
അനുഭവങ്ങളും റിസൾട്ടുകളും എനിക്കുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതിലേക്ക് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണെങ്കിൽ അല്ലേ, ഓരോരുത്തർക്കും പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ കൂടെ പഠിച്ച ഓരോരുത്തർക്കും സമയത്തിൻ്റെ പിന്നെ ദൈർഘ്യം ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ കൂടെ പഠിച്ച ഓരോ ആളുകളും ഈ പഠനത്തിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അറിവ് രോഗഭയം, മരണഭയം ഇതില്ലാതെ ജീവിക്കാനും ഈ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാനും ഉള്ളൊരു അറിവും അതിലുപരി അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ആ ഒരു ധൈര്യം കിട്ടിയ സത്യത്തിൽ അക്യൂഷൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരാൾ രോഗഭയമില്ലാതെ മരണഭയമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ആരെങ്കിലും അക്യുപഞ്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അവരൊക്കെ അക്യുപഞ്ചർ അക്കാദമിയുമായി അവിടെ പഠിക്കുകയാണെങ്കിൽ വലിയ ജീവിതത്തിൽ വലിയ തിരിച്ചറിവുകൾ സമ്പാദിക്കാൻ സാധിക്കും. ഇതാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഞങ്ങളെ കോൺവെക്കേഷന് വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു വർഷത്തെ പഠനകാലം ഞങ്ങളുടെ ജീവിതം തന്നെ ആകെ മാറ്റിമറിച്ചു. അൽഹംദുലില്ലാഹ്. ഇതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സൃഷ്ടാവിനെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ഈ തിരിച്ചറിവുകൾ സമ്മാനിച്ച ഞങ്ങളെ ഗുരുനാഥന്മാർക്ക് വലിയ നന്ദിയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഞങ്ങൾ എന്നും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.